നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയായി. കൊറേലോഹ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് കാണാനായിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ 2 സൈക്കിൾ ഞങ്ങൾ എടുത്തു. ഇവിടെ റെന്റിന് സൈക്കിൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. മാൻഡ്രിഡ്, ബാഴ്സലോണ, ടൊളേദോലൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും കൊറേലോഹസിൽ വന്നു കഴിഞ്ഞാൽ സൈക്കിളും ബൈക്കും കാറൊക്കെ റെന്റിന് കിട്ടാനായിട്ട് ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഞങ്ങൾ 2 സൈക്കിൾ എടുത്തു. സൈക്കിളിൽ കറങ്ങുന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം അതിന് മാത്രം കാണാനായിട്ട് ഇവിടെ ഉണ്ട്. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. എവിടെയൊക്കെ പോകാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഒരുപാട് ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും. അതുകൊണ്ട് തന്നെ അനുയോജ്യമായത് എന്തോ അത് നമ്മൾ എടുക്കാന്ന് തീരുമാനിച്ചു. ഞങ്ങൾ സൈക്കിളിൽ യാത്ര ആരംഭിച്ചു. ഈ പോകുന്ന വഴിയൊക്കെ ബീച്ചിന്റെ സൈഡുകളാണ്. ഇവിടെ തന്നെ 150ഓളം ബീച്ചുകളുണ്ട്. അതാണ് കൊറേലോഹസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. നമ്മൾ സ്പെയിനിന്റെ ഏറ്റവും അറ്റത്താണ് വന്നിരിക്കുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അടുത്തായിട്ടൊക്കെ വരും ഈ ഒരു സ്ഥലം. ഇത് എങ്ങനെയാണ് സ്പെയിൻ കൈക്കലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇത് സ്പെയിന്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നതല്ല കേട്ടോ, ഇത് ശരിക്കും സ്പെയിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ ഒരുപാട് സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിന്റെ തൊട്ടപ്പുറത്തായിട്ട് കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂപ്രകൃതിയാണ്. നല്ല വെയിലും കാറ്റും എല്ലാം കൂടി ആകുമ്പോൾ വെറൈറ്റി ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചൂടുകാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. സ്പെയിനിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ചൂടായി കഴിഞ്ഞാൽ വരാറുണ്ട്. വേറെ ഒന്നിനല്ല, ഇത്രയും വിധാനിച്ചു കിടക്കുന്ന ബീച്ചുകൾ ഇവിടെ മാത്രമേ ഉള്ളൂല്ലോ, അത് കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. പിന്നെ സ്പാനിഷുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബീച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വെയിലാണെങ്കിലും അവിടെ അങ്ങോട്ട് കിടക്കുക. വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സൈക്കിൾ ചവിട്ടാനുള്ള എക്സ്ട്രാ റോഡുകൾ ഉള്ളതിന്റെ പേരിൽ നമ്മൾ മറ്റു വാഹനങ്ങളെ പേടിക്കണ്ട. ഫോർത്തവെന്തരിക്കലുള്ള ലാൻഡിംഗ് സമയത്ത് ഞാൻ താഴത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കടലിന് എന്തോ മുകളിലോട്ട് തുള്ളി ചാടുന്ന പോലെ കണ്ടായിരുന്നു. ഇവിടുത്തെ ബോർഡ് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡോൾഫിന്റെ അഭിനിവേശമാണെന്ന് മനസ്സിലായത്. ഇവിടെ ഒരുപാട് ഡോൾഫിന് വേണ്ടിയിട്ടുള്ള ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയോ പേരാന്നറിയാമോ ഡോൾഫിന്റെ വിനോദങ്ങൾ കാണാനായിട്ട് പോകുന്നത്. സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയം തീരെയില്ല. ആകെ 3 ദിവസമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. മസ്റ്റായിട്ടും കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞിട്ട് മതി എക്സ്ട്രാ സ്ഥലങ്ങൾ തിരയിലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായതിന്റെ പേരിൽ നമുക്ക് നന്നായിട്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. ചില റോഡുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടും കുഴിയും കുന്നൊക്കെ ആയിട്ട് നമുക്ക് സൈക്കിൾ പോലും ചവിട്ടാൻ പറ്റില്ല. ഇവിടെ കുണ്ടും കുഴിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച കുറെ കല്ലുകളൊക്കെ വന്നിട്ട് കാറ്റടിക്കുന്ന സമയത്ത് റോഡിലേക്ക് വരുമ്പോഴുണ്ടല്ലോ അത് കുറച്ച് അപകടം പിടിച്ച പണിയാണ്. അതുകൂടെ ഓടിക്കുമ്പോൾ എങ്ങാനും ചരളം കല്ലുകൾ നമ്മുടെ സൈക്കിളിന്റെ വീലിന്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. പിന്നെ നമ്മുടെ മുഖത്തൊന്നും ഒരൊറ്റ തൊലി പോലും ഉണ്ടാവില്ല. ബീച്ചിന്റെ ഏറ്റവും അറ്റത്താണ് നമ്മളിപ്പോ എത്തിയത്. കാറ്റാടി യന്ത്രം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവിടേക്ക് പോണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ 2 കാറ്റാടി യന്ത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അത്ര അടുത്ത് നിന്ന് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു. 2 കാറ്റാടി യന്ത്രം കാണാനായിട്ട് 2 മൈൽ ദൂരം സൈക്കിൾ ചവിട്ടണം. അതാണ് കാര്യം. സൈക്കിൾ ചവിട്ടുന്നതിനല്ല പ്രയാസം, ഓപ്പോസിറ്റ് വരുന്ന കാറ്റിനെയാണ് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തത്. കാറ്റിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് നമ്മളെ പിന്നിലോട്ട് വലിക്കും. അതുവഴി ഒരുപാട് അപകടങ്ങൾ വന്നു ചേരും. പിന്നെ ഞങ്ങൾ സൈക്കിൾ എടുക്കാൻ നേരത്ത് ഒരു ചെറിയ ബാക്ക് പാക്ക് എടുത്തിരുന്നു. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ ബാക്ക് പാക്ക് ആവശ്യമാണ്. ഫുഡും വെള്ളവും സൺസ്ക്രീനും എക്സ്ട്രാ ഡ്രസ്സുകളും ചെറിയ കോട്ടും തലയിലിടുന്ന തൊപ്പിയും സ്കാർഫും സൺഗ്ലാസും മൊബൈൽ ചാർജറും സൈക്കിൾ പൂട്ടാനുള്ള ചാവിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ പോക്ക്. എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ പോകുന്നത് കുറച്ചധികം ദൂരത്തേക്കാണ്. എവിടെ എത്തിച്ചേരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ 2 പേര് സൈക്കിൾ എടുത്ത് പുറപ്പെട്ടത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ആയിട്ട് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ബീച്ചുകൾ ഉണ്ടെന്ന് കണ്ടു. ബീച്ചുകൾ കുന്നോളം ഉണ്ടെങ്കിലും അതിൽ വെറൈറ്റി ആയിട്ടുള്ള ബീച്ചുകളിൽ മാത്രമാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. പോപ്കോൺ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് കണ്ടു. അതിനകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് അറിയാനായിട്ട് ഞങ്ങൾ 2 പേരും അവിടേക്കാണ് പോകുന്നത്. ഗൂഗിൾ കാണിക്കുന്നത് 10 മിനിറ്റ് 12 മിനിറ്റ് ആണെങ്കിൽ കുറച്ചധികം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്. തരിശായി കിടക്കുന്ന കുറച്ച് ഭൂമികളാണ് പിന്നെ ഉള്ളത്. സൈക്കിൾ യാത്ര അനായാസകരമാണെങ്കിലും ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ഭാരം തോന്നിക്കും. ചിലപ്പോൾ ഭയങ്കര ക്ഷീണവും തോന്നിക്കും. ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം ഇത്ര ചൂട് അനുഭവപ്പെടുന്നത്. സ്പെയിനിലുള്ള എല്ലാ പ്രൊവിൻസിലേക്കാൾ കൂടുതൽ ചൂട് ഇവിടെ തന്നെയാണ് കേട്ടോ. സൂര്യൻ ഏതാണ്ട് കോൺട്രാക്ട് എടുത്തിട്ടാണ് നമ്മുടെ തലയിലേക്ക് ചൂട് അയച്ചു വിടുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ കണ്ട മരുഭൂമിയാണെന്നേ പറയുള്ളൂ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ സഹാറ മരുഭൂമിയില്ലേ, അതിന്റെ അടുത്തേക്ക് ആയിട്ട് വരും ഈ ഒരു സ്ഥലം. അതാണ് ഇത്ര ചൂടുണ്ടാവാനായിട്ട് കാരണം. മരുഭൂമിയിൽ നിന്നുള്ള കാറ്റൊക്കെ അടിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു രക്ഷയില്ല. മരുഭൂമിയുടെ കാറ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെ തന്നെ മരുഭൂമിയുണ്ട്. മണൽക്കൂണുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. അവിടേക്ക് സൈക്കിൾ ചവിട്ടി പോവാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല. ഒരുപാട് ദൂരമുള്ളൊരു സ്ഥലമാണ്. സത്യത്തിൽ അത് മരുഭൂമി തന്നെ. മരുഭൂമി കേന്ദ്രീകരിച്ച് ഒരുപാട് കായിക വിനോദങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. ഇതിന് മാത്രം എന്ത് കായിക വിനോദങ്ങളാ മരുഭൂമിയിലുള്ളതെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഇച്ചായം പറഞ്ഞു മരുഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ പേടിക്കണം, അവിടെ ഒരുതരം പാമ്പുണ്ടെന്ന്. സർപ്പം പോലെ ഇരിക്കുന്ന പാമ്പെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനും ആൾക്കാരോട് ചോദിച്ചപ്പോൾ സത്യമാണ്. മരുഭൂമിയിൽ ചൂട് കൂടുതലാവുന്ന സമയത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാമ്പ് മരുഭൂമിയിലെ മണലിന്റെ ഉള്ളില് കൂനിക്കൂടിയിരിക്കും. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആവുന്ന സമയത്ത് പാമ്പ് പതുക്കെ പത്തി വിടർത്തും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വലിയ വലിയ പാമ്പുകളൊന്നും അല്ല കേട്ടോ, ചെറിയ പാമ്പുകൾ. നമ്മുടെ 2 വിരലിന്റെ അത്ര വലിപ്പമൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഉഗ്ര വിഷാണെന്നാണ്
പറയപ്പെടുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ മരുഭൂമിയിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് മരുഭൂമി പോയി കാണണം എന്നുണ്ട്. മരുഭൂമിയുടെ അടുത്ത് വരെ വന്നിട്ട് കാണാതിരിക്കുന്നത് മോശമല്ലേ? നമ്മളെന്തായാലും സൈക്കിൾ ചവിട്ടി ചവിട്ടി ഈ സിറ്റിയുടെ ഉള്ളിലോട്ട് എത്തിയിട്ടോ. ഇവിടുത്തെ മെയിൻ സിറ്റിയാണ്, അതാണ് ഈ കാറുകളും ബിൽഡിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി പോണ സമയത്ത് ചില സമയങ്ങളിൽ തരിശു ഭൂമിയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ചില സമയങ്ങളിൽ കുന്നിൻ ചെരുവുകളായിരിക്കും. കുറെ നേരം കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടി കഴിയുമ്പോൾ മണൽക്കൂനകളായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്പോട്ടുകൾ, ലാവയൊക്കെ തണുത്തുറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇത്രയും അടുത്ത്. ഇവിടുത്തെ മണൽക്കൂനകൾക്കും കല്ലിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കൂലേ. അവർക്കെന്തോ നമ്മളോട് സംസാരിക്കാനുള്ള വരെയൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നും. അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഭൂപ്രകൃതി, ഈ ഒരു പ്രൊവിൻസ് നിലം പതിച്ചതായിരുന്നു. പിന്നീട് വീണ്ടും കെട്ടിപ്പൊക്കിയതാണ് ഇതൊക്കെ. പച്ചപ്പും ഹരിതാവും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കാറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വിൻഡിന്റെ ലെവൽ നോക്കിയിട്ട് വേണം പുറത്തിറങ്ങാൻ എന്നൊക്കെ ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷകർ പറയാറുണ്ട്. ഇവിടെ കൂടുതലും പേടിക്കേണ്ടത് കാറ്റിനെയാണ്. ഞങ്ങൾ ലാബോസ് എന്ന ദ്വീപിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു നിശ്ചിത ഭാഗത്ത് ചെറിയ ചെറിയ കാറ്റുകൾ വരുന്നത് കണ്ടു. ആ കാറ്റ് പിന്നീട് മണലുകളൊക്കെ ഏറ്റെടുത്ത് വീണ്ടും ആ ഒരു കാറ്റ് വലിയ കാറ്റായിട്ട് മാറി. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ചുഴലിക്കാറ്റിന്റെ ആദ്യപടി ഇതാണെന്ന് മനസ്സിലായത്. പിന്നീട് കാറ്റിന്റെ ശക്തി അങ്ങ് കൂടിയിട്ടുണ്ടല്ലോ, ആകാശം മുട്ടാറയായിരുന്നു ആ ഒരു കാറ്റ്. അതുകൊണ്ട് തന്നെയായിരിക്കാം കാലാവസ്ഥ നിരീക്ഷകർ കാറ്റ് നിരീക്ഷിച്ചിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറയുന്നത്. ഒരുപാട് കായികപരമായിട്ടുള്ള വിനോദങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബൈക്ക് റൈഡിനും വോൾക്കാനിക് ലാൻഡ്സ്കേപ്പിനൊക്കെ ഏറ്റവും പേര് കേട്ട സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ അടുത്ത് കിടക്കുന്ന ചരൽക്കല്ലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മെറ്റിലാണെന്ന്. അത് മെറ്റിലൊന്നുമല്ല, ഇതുപോലെ തന്നെ വോൾക്കാനിക് ഇറക്ഷൻ സംഭവിച്ചിട്ടുള്ള കല്ലുകളൊക്കെ തന്നെയാണ് ആ കൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുഞ്ഞു കല്ലുകളുടെ കേസാണ് കേട്ടോ. എന്തായാലും ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമിയാന്ന് പറയില്ലെങ്കിലും ഇത് മരുഭൂമിയുടെ പോലത്തൊക്കെ പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരുന്ന ചെടികൾക്കും കുറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചെടികൾക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് അതിനെ പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെസ് പരിപാലനം മതി. ചെടി നന്നായിട്ട് പൂത്തുലഞ്ഞ് പുഷ്പിച്ച് അങ്ങോട്ട് പോന്നോളൂ. പനയും കള്ളിമുൾ ചെടിയായിട്ട് അതിന്റെ കരഘോഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ശുദ്ധമായിട്ടുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. ബീച്ച് സൈഡിലേക്ക് വരുന്ന പ്രൊവിനൻസുകളിൽ പെട്ട ഒരു പ്രൊവിനൻസ് ആയതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം ഇവിടെ ഇല്ല. ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. പൈപ്പ് വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് സാരം. ഇവിടെ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ മുടി നന്നായിട്ട് പൊഴിഞ്ഞിരുന്നു. കാരണം ഇതിന്റെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലായതിന്റെ പേരിൽ തല കുളിക്കുന്നത് കുറച്ച് സീനാണ്. മുടി ഒഴുകാന്ന് മാത്രമല്ല ശരീരത്തിന്റെ നിറം അങ്ങോട്ട് പോയിട്ട് സ്കിന്നൊക്കെ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് സ്കിൻ മാറാനായിട്ട് ഇടവരും. അത് മാത്രമേ കുറച്ച് ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇവിടെ മത്സ്യബന്ധനം കൂടുതലായതിന്റെ പേരിൽ ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. വളരെ വിലക്കുറവിലാണ് മത്സ്യങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രൊവിൻസുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അന്യായ വില കൊടുത്ത് വാങ്ങുന്ന മത്സ്യങ്ങളൊക്കെ ഇവിടെ നിസാര വിലയ്ക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് മാത്രം കേട്ടോ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയത്. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ചൈനക്കാരുടെ വരവാണ്. കൊറേലോഹസ് മാത്രമല്ല സ്പെയിനിന്റെ എല്ലാ സ്ഥലങ്ങളിലും ചൈനക്കാരുടെ ഷോപ്പുകളുണ്ട്. സൂപ്പർ മാർക്കറ്റുകളായിട്ടും ഹൈപ്പർ മാർക്കറ്റുകളായിട്ടും എന്ത് പറയണോ എല്ലായിടത്തും ചൈനക്കാരുടെ ഷോപ്പുകൾ. സ്പെയിൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ചൈന എന്നുള്ള പേരിട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അത്രയധികം ചൈനീസുകാരാണ് ഇവിടെ വരുന്നത്. ചൈനയിൽ പോലും ഉണ്ടാവില്ല ഇത്രയധികം ചൈനീസുകാർ. ചൈനയും സ്പെയിനും തമ്മിലുള്ള ബന്ധം അത്രയും ശക്തമാണെന്ന് സാരം. നമ്മൾ സൈക്കിൾ ഓടിച്ചോടിച്ച് ഇപ്പൊ വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. രണ്ടു വശവും പന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിറച്ച് ചെറിയ ചെറിയ വീടുകളുണ്ട്. സ്പെയിനിൽ വളരെ വിരളമായിട്ടാണ് വീടുകളൊക്കെ ഞാൻ കാണുന്നത്. മൊത്തത്തിലെല്ലാം ഫ്ലാറ്റുകൾ തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് വീടുകൾ നമ്മുടെ നാട്ടിലത്തെ പോലെ വീടുകൾ വളരെ വിരളമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. വീടും സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാള് കോടീശ്വരനാണ്. ഇപ്പൊ കൊറേലോഹസിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കോടീശ്വരന്മാരാണെന്ന് അർത്ഥം. ഇത്രയും സ്ഥലത്തുകൂടി ഞങ്ങൾ സൈക്കിൾ സവാരി ചെയ്തിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് വേസ്റ്റുകളോ കാര്യങ്ങളോ കാണാൻ സാധിക്കുന്നുണ്ടോ? അതാണ് സ്പാനിഷുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേസ്റ്റുകളും കാര്യങ്ങളൊന്നും അവർ വിടുകയില്ല, ഇടിപ്പിക്കുകയില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ സ്ഥലം സൂക്ഷിക്കുന്നത്. സ്പെയിനിന്റെ നിയമവും കൊറേലോഹസിന്റെ നിയമവും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. സ്പെയിനിന്റെ ഉള്ളിൽ തന്നെ പെട്ട ഒരു പ്രൊവിൻസ് തന്നെയാണ് കൊറേലോഹസ് എന്ന് പറയുന്നത്. എങ്കിലും നിയമങ്ങളിൽ കുറച്ച് വ്യത്യസ്തത ഇവർ പുലർത്തുന്നുണ്ട്. സ്പെയിനിൽ ബീച്ചിലിരുന്നോ പാർക്കിലിരുന്നോ പുറത്തിരുന്നോ എവിടെ വേണമെങ്കിലും ഇരുന്ന് മദ്യപിക്കാനായിട്ട് സാധിക്കും. പോലീസുകാരൊരു പ്രശ്നം ഉണ്ടാക്കില്ല, പോലീസുകാരെ കൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെയൊന്നും സാധിക്കില്ല. പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് സിഗരറ്റ് വലിക്കാനോ മദ്യപിക്കാനോ പറ്റില്ല എന്നുള്ളത് കർശന നിയമങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ സമയത്തിന്റെ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മാൻഡ്രിഡിലും ബാഴ്സലോണയിലും ടൊളേദോയിലും ഒക്കെ സമയം 8 മണിയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ 7 മണിയായിരിക്കും. 1 മണിക്കൂർ വ്യത്യാസം, അത്ര തന്നെ. സ്പെയിനിലെ എല്ലാ പ്രൊവിൻസുകളിലെ സമയം തുല്യമാണെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് മാത്രം വരുമ്പോൾ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. 152ഓളം ബീച്ചുകളുണ്ട്. ലാബോസ് എന്ന് പറഞ്ഞ ബീച്ച് അതിലൊരു ന്യൂഡ് ബീച്ചാണ്. ചില സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന് കർശനപരമായിട്ട്
എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൂടി സുരക്ഷയുടെ ഭാഗമായിട്ടാണ് കേട്ടോ അവരത് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഡ്രോൺ പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ഡ്രോൺ എവിടെയെങ്കിലും പോകും, പിന്നെ നമുക്ക് ഡ്രോണും കിട്ടലുണ്ടാവില്ല. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഞാൻ കണ്ടു. ആദ്യമായിട്ടാണ് അത്രയും ഇന്ത്യൻ റെസ്റ്റോറന്റ് ഞാൻ കാണുന്നത് തന്നെ. സ്പെയിനിൽ ഉടനീളം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് വളരെ കുറവാണ്. പക്ഷെ കൊറേലേഹോസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ 10-12 ഇന്ത്യൻ റെസ്റ്റോറന്റ് തന്നെയുണ്ട്. എവിടേക്ക് കയറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ നമുക്കുള്ളൂ. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നതെങ്കിലും ചില റെസ്റ്റോറന്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ വെച്ച് തരും. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറിയായിരുന്നു. അവിടുത്തെ ഫുഡ് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓർഡർ ചെയ്തിട്ടുള്ള 2 ഐറ്റംസ് വന്നായിരുന്നു, ഒന്ന് ബിരിയാണിയും ഒന്ന് കബാബും. കബാബ് നല്ലതായിരുന്നു. ബിരിയാണിയിൽ ഒരുപാട് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ മോശമായിട്ടാണ് അവരുണ്ടാക്കി തന്നത്. നല്ല റെസ്റ്റോറന്റ് ഏതാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണെങ്കിലും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത്. കൊറേലേഹോസിൽ ഞാൻ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും കാഴ്ചകളും ഇവിടുത്തെ മനുഷ്യരുടെ രീതികളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകളില്ല കേട്ടോ. നല്ല സ്നേഹമുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റേഴ്സിനെയും വെൽക്കം ചെയ്യുന്ന ആളുകളായതിന്റെ പേരിൽ അവരുടെ സ്വഭാവത്തിലും ആ ഒരു നീറ്റ്നെസ്സും കാമും കൊയറ്റൊക്കെ കാണാനുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപെടാനൊക്കെ നല്ല ആളുകളാണ്. ടൂറിസ്റ്റുകാരെ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാർ. ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഠിനപരമായിട്ടുള്ള കാര്യമാണ്. വർഷത്തിലൊരിക്കലും ടൂറിസ്റ്റേഴ്സിനെ പോലെ വരിക, താമസിക്കുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേഗം സ്ഥലം വിട്ടോണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഞാൻ കണ്ടു അറിഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.